നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സന്ദർശിക്കുന്നത് മധ്യപ്രദേശിലെ പുണ്യപുരാതന ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളായ ഓംകാരേശ്വര മഹാദേവ ക്ഷേത്രവും അതിനഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മാമലേശ്വര മഹാദേവ ക്ഷേത്രവുമാണ്. ഇവിടെ നിന്നും ട്രെയിൻ മാർഗം ഓംകാരേശ്വറിൽ എത്താൻ സാധിക്കില്ല. റോഡ് മാർഗം സഞ്ചരിക്കുന്നവർക്ക് ഇൻഡോറിൽ നിന്നും സ്ഥിരമായി ബസ്സുകളും ടാക്സികളും ലഭ്യമാണ്. മലമ്പാത ആയതിനാൽ തന്നെ റോഡ് കുറച്ച് മോശമാണ്. മാത്രമല്ല, നല്ല രീതിയിലുള്ള ഗതാഗത കുരുക്കുകളും പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾ ഉജ്ജയിനിൽ മഹാകാളേശ്വര ക്ഷേത്രവും കൂടി സന്ദർശനം നടത്തിയതിനാൽ ക്ഷേത്രം ട്രസ്റ്റ് വകയുള്ള ഭക്തി നിവാസിലായിരുന്നു താമസം. അവിടെ നിന്നും ഏകദേശം 3 മണിക്കൂർ ദൂരമുണ്ട് ഓംകാരേശ്വറിൽ എത്താൻ. ഞങ്ങൾ ഒരു ടാക്സിയിലായിരുന്നു അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഏകദേശം 3500 രൂപയോളം ഞങ്ങൾക്ക് ടാക്സിക്ക് ചിലവായിട്ടുണ്ട്. വിശുദ്ധമായ നർമ്മദാ നദിയുടെ നടുവിലുള്ള മണ്ടാത ദ്വീപിലാണ് ഈ ഓംകാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ ഒഴുക്ക് ഓം എന്ന വിശുദ്ധ ചിഹ്നത്തിന്റെ ആകൃതിയിലായതിനാലാണ് ഈ സ്ഥലത്തിന് ഓംകാരേശ്വർ എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടേക്ക് പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഓംകാരേശ്വര ക്ഷേത്രത്തിന് എതിർവശമായുള്ള മാമലേശ്വര ക്ഷേത്രത്തിനും അതേ പ്രാധാന്യം തന്നെയുണ്ട്. അതായത് 2 ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തിയാൽ മാത്രമേ ജ്യോതിർലിംഗ ദർശനം പൂർണ്ണമാകൂ. ഈ 2 ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിമനോഹരമായ ശില്പവിദ്യയുടെ ദൃഷ്ടാന്തമാണ് ഈ ക്ഷേത്രങ്ങൾ. മാത്രമല്ല, എങ്ങും പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ ഇവിടം ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം തന്നെ നമ്മളിൽ സൃഷ്ടിക്കും. ഇനി നമുക്ക് ഓംകാരേശ്വര ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഇവിടുത്തെ ഗർഭഗൃഹത്തിൽ സ്വയംഭൂവായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജ്യോതിർലിംഗങ്ങളാണ് പ്രധാന പ്രതിഷ്ഠ. ഭക്തർക്ക് ഭഗവാനെ ദർശിച്ച് പാലും വെള്ളവും ഉപയോഗിച്ച് അഭിഷേകം നടത്തുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഓംകാരേശ്വറിലെ രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര പരിസരങ്ങൾ വളരെ ഭക്തി നിർഭരവും മനോഹരവുമാണ്. നിങ്ങൾ ഒരു ശിവഭക്തനാണെങ്കിൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഓംകാരേശ്വര ക്ഷേത്രവും മാമലേശ്വര ക്ഷേത്രവും. ക്ഷേത്ര ദർശനത്തോടൊപ്പം ഇവിടുത്തെ പ്രകൃതി ഭംഗി അത് ഏതൊരു തീർത്ഥാടകനും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. വിശുദ്ധമായ നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ടാത ദ്വീപ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഓം എന്ന വിശുദ്ധ ചിഹ്നത്തിന്റെ ആകൃതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. അത് തന്നെയാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇരു കരകളിലായാണ് മാമലേശ്വര ക്ഷേത്രവും ഓംകാരേശ്വര ക്ഷേത്രവും. ഇരു കരകളെയും ബന്ധിപ്പിക്കുന്നത് ഒരു വലിയ തൂക്കുപാലം കൊണ്ടാണ്. ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു വശത്ത് ഒഴുകുന്ന നർമ്മദാ നദിയും മറുവശത്ത് ഓംകാരേശ്വര ക്ഷേത്രവും കാണാം. ഇവിടെ നിന്നുള്ള സൂര്യോദയ ദർശനം വളരെ മനോഹരമാണ്. നർമ്മദാ നദിയിലൂടെ ബോട്ട് സഫാരി നടത്താൻ സൗകര്യമുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾ പോയ ദിവസങ്ങളിൽ ബോട്ട് ഹർത്താലിലായിരുന്നു. അതിനാൽ ബോട്ട് സഫാരി ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. പക്ഷേ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് മാമലേശ്വര ക്ഷേത്രത്തിന്റെയും ഓംകാരേശ്വര ക്ഷേത്രത്തിന്റെയും ദൃശ്യങ്ങൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. ഇതാണ് ഓംകാരേശ്വര ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം. ഇവിടെയും ഞങ്ങൾ ജലാഭിഷേകം നടത്തി കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ
പൂജാ സാമഗ്രികൾ, രുദ്രാക്ഷങ്ങൾ, ശിവവിഗ്രഹങ്ങൾ, പ്രാദേശിക കരകൗശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന അനവധി കടകൾ കാണാം. എന്റെ ഒരു പക്ഷം പറയട്ടെ, ഇവിടെ ടാർപ്പായകളും ഷീറ്റുകളും മറ്റും കെട്ടി മൂടി വെക്കുന്നത് കൊണ്ട് ക്ഷേത്രത്തിന്റെ മുൻവശം കാണാൻ വളരെ പ്രയാസപ്പെട്ടു. ഓംകാരേശ്വര ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ഇതാണ് നമുക്ക് ആദ്യം മാമലേശ്വര ക്ഷേത്രത്തിന്റെ ദൃശ്യം കാണുക. മധ്യപ്രദേശിൽ നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാമലേശ്വര മഹാദേവ ക്ഷേത്രം ഓംകാരേശ്വര ക്ഷേത്രത്തിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്തർക്ക് അതീവ പുണ്യസ്ഥലമായി ഇത് കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പരമാരം രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ, തൂണുകളിൽ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ശില്പങ്ങളും കൊത്തുപണികളും പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യയുടെ മികവ് തന്നെ വ്യക്തമാക്കും. ഈ ക്ഷേത്രം അമരേശ്വർ എന്നും അറിയപ്പെടുന്നു. ഓംകാരേശ്വര ജ്യോതിർലിംഗത്തിന്റെ ദർശനം മാമലേശ്വർ ക്ഷേത്രത്തിലെ ദർശനത്തോടു കൂടിയാണ് പൂർണ്ണമാകുന്നതെന്നാണ് നിരവധി ഭക്തർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓംകാരേശ്വരിൽ എത്തുന്ന തീർത്ഥാടകർ തീർച്ചയായും ഈ നദി കടന്ന് മാമലേശ്വരിലും എത്തിച്ചേരും. ക്ഷേത്രത്തിന്റെ പുറത്ത് നിരവധി പുരാതന ശില്പങ്ങളും ദേവപ്രതിഷ്ഠകളും കാണാം. ക്ഷേത്ര പരിസരത്ത് കുറച്ച് സമയം ചെലവഴിച്ചാൽ ചരിത്രവും ആത്മീയതയും ഒത്തുചേർന്ന ഒരു പ്രത്യേക അനുഭവം തന്നെ ലഭിക്കും. ഇത്തരത്തിലാണ് ഭക്തർ മാമലേശ്വര ജ്യോതിർലിംഗത്തിൽ ജലാഭിഷേകം അർപ്പിക്കുന്നത്. ദർശനത്തിനായി ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ പൂജകൾ ആരംഭിക്കുന്ന സമയമോ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് മുമ്പോ ആണ്. മാമലേശ്വര ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം നർമ്മദാ നദീ തീരത്ത് അല്പസമയം ചിലവഴിക്കുകയും തുടർന്ന് ഓംകാരേശ്വർ ക്ഷേത്രവും നർമ്മദ ബോട്ട് സഫാരിയും മണ്ടാത ദ്വീപ് എന്നിവയെല്ലാം സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര കൂടുതൽ മനോഹരമാകും. ഞങ്ങളുടെ ഓംകാരേശ്വർ മാമലേശ്വർ യാത്ര അങ്ങനെ പൂർത്തിയായിരിക്കുന്നു. ഇനിയും യാത്രാ വീഡിയോസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണേ.